ഇന്ന് കർക്കിടക വാവ് സ്പെഷ്യൽ അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ നല്ലോണം പാവ് കാച്ചിയ പോലെ തിളച്ച് വരുന്ന നമ്മുടെ ശർക്കരയ്ക്കകത്തേക്ക് തേങ്ങ ഇടുക. എന്നിട്ട് ഈ തേങ്ങ ഇങ്ങനെ സോട്ടേ ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ, ഒന്ന് ബാലൻസ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ അവൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അവൽ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു ചുക്കും ഏലക്കാപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലോണം സോട്ടേ ചെയ്ത് വെക്കണം. അങ്ങനെ ഇത് നല്ലോണം ഇതിനകത്തേക്ക് പിടിച്ച് നമ്മൾ ഈ തേങ്ങയാണേലും അവലും എല്ലാം ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് നല്ല പരുവാകും. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ അരിപ്പൊടിക്കകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് ചൂടുവെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുക്കുകയാണ്. നല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയിലിട്ടിങ്ങനെ പരത്തി എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിൽ ഇത് കുഴച്ച് നല്ല അടിപൊളിയാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഈ പാവ് കാച്ചി അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ശർക്കര ഉരുക്കിയതുകൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി അത് നല്ലൊരു പരുവത്തിലേക്ക് എത്തിയിട്ടാണ് അത് ഇറക്കുന്നത്. ഇനി നമ്മൾ നല്ല വാഴയില എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇതിങ്ങനെ പാകമാക്കി എടുക്കുകയാണ്. കയ്യിൽ ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഷേപ്പാക്കുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. എന്നിട്ടാണ് അതിനകത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഫില്ലിങ് ആഡ് ചെയ്യുന്നത്. ഈ ഫില്ലിങ് എല്ലാം എല്ലാത്തിനകത്തും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു മടക്കും. അതായത് ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്യുന്നത്, അപ്പുറത്തെ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അട ഉണ്ടാക്കാൻ അറിയാം, എന്നാലും അറിയാൻ വയ്യാത്തവർക്കായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോ ആവി കയറ്റാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇത് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. കർക്കിടക വാവിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ബായ്.